അല്ലളിയാ, ഇവൻ എന്തിനാ ബീർ എടുക്കുന്നേ? കുടിച്ച് ബോധക്കെടാനായിരിക്കും. കൊണ്ട് അശു, ഇന്ന് നിന്റെ പരീക്ഷ തീരുമല്ലേ? അതുകൊണ്ട് നിന്റെ പേരിൽ ഒരു വഴിപാട് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കേ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. വൈകുന്നേരം പറയട്ടെ? മതി. കങ്കാര പെണ്ണനിയേ കെടി കണ്ണാടി പുടക്കല്ലടി. രാത്രി പകൽ അറിയുന്നില്ലടാ, എനിക്കുറങ്ങാൻ പറ്റുന്നില്ലടാ. എറിക്കോ ബക്കാനി ചക്കര കിളിയെ പാടി ആഘോഷിക്കാം. പേടിച്ചക്ക കള്ള കണ്ണ പാട പറഞ്ഞു തരാ. നിൻ പുഞ്ചിരി എൻ കണ്ണിൽ കുത്തുന്നല്ലോടി. കോഴിക്കോട നലുവ കലക്കാനാനെ പാടി നമുക്ക് സ്പോട്ടിൽ പോയാലോ. ചിങ്ങത്തിൽ നമുക്ക് ആഘോഷിക്കാമടാ, എന്നെ നീ വലയ്ക്കാതെ സ്വന്തമാക്കടാ. എൻ സ്വപ്ന റാണി നീയാണ് മോളെ, ആശിച്ച് വിളിച്ചാൽ വരാത്തതെന്തേ? നിൻ കണ്ണാൽ എന്നെ മയക്കിയല്ലോ, നീ എന്റെ പഞ്ചാര കുട്ടനല്ലേ. അഴകിൽ ഞാൻ മയങ്ങിയടി, എന്നെ കൊല്ലാതെ കൊല്ലല്ലേടി. ഹേ വാചകടി വീര മന്മഥ രാജ, ഈ പാവയെ കൊഞ്ചിക്കൂടെ നിനക്കൊന്ന്. കോഴിക്കോട നലുവ കലക്കാനാനെ പാടി നമുക്ക് സ്പോട്ടിൽ പോയാലോ. ചിങ്ങത്തിൽ നമുക്ക് ആഘോഷിക്കാമടാ, എന്നെ നീ വലയ്ക്കാതെ സ്വന്തമാക്കടാ. നിന്നോട്ടത്തിൽ ഞാൻ മതിമയങ്ങിപ്പോയി, നിനക്കായി എൻ നെഞ്ചം തുടിക്കുന്നടി. ഉർവശി രംഭ മേനക പോലെ എൻ സൗന്ദര്യം എന്റെ നീ കാണാത്തത്. നീ എന്റെ ചെല്ലക്കിളിയേ, എന്നെ നീ ഒന്ന് അനക്കില്ലേ. എന്തിനീ കോപം, ഞാനുണ്ടടുത്ത്, ഒന്നായി ജീവിച്ച് നമുക്ക് സുഖിക്കാം. കോഴിക്കോട നലുവ കലക്കാനാനെ പാടി നമുക്ക് സ്പോട്ടിൽ പോയാലോ. ചിങ്ങത്തിൽ നമുക്ക് ആഘോഷിക്കാമടാ, എന്നെ നീ വലയ്ക്കാതെ സ്വന്തമാക്കടാ. നീ പരീക്ഷ എഴുതാൻ തുടങ്ങിയപ്പോഴും ഞാനെത്തി. എന്തായാലും നീ നമ്മുടെ വീട്ടിൽ മരുമകളായിട്ട് വരാൻ വേണമല്ലേ? നീ നന്നായി പഠിച്ച ഉമ്മക്കല്ല നല്ലത്. ഒരു വീക്ക് വെച്ച് കൊടുക്കണ. ആ പറയടാ. അവളെ ഞാൻ പൊക്കി. നീ ആദ്യം കല്യാണ ഏർപ്പാട് ചെയ്യേ. അവൻ എന്തായാലും ആദ്യം തന്നെ അവിടെ എത്തും. മണ്ഡപത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ കഥ ഞാൻ കഴിക്കും. അവനെ വെട്ടി തുണ്ടമാക്കും സാറേ. വേഗം വണ്ടി വിടറ. ഐശ്വര്യ എവിടെയാന്ന് എങ്ങനെയും കണ്ടുപിടിക്കണല്ലോ.
മദന്റെ ആളുകൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ ആശാന്റെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ വന്നിട്ട് മുതലാളിക്ക് ഹോട്ടൽ പോലും തുടങ്ങാൻ പറ്റിയില്ല. ഐശ്വര്യക്കും പ്രശ്നമായി, എനിക്ക് വലിയ വിഷമമായിടാ. ഇനി എന്താണ് നമ്മൾ ചെയ്യാ? വിഷമിക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു വഴി തെളിയുന്നേ. നമസ്കാരം, എന്റെ പേര് ഗൗരവം, പുഷ്കരന്റെ മകനാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് കല്യാണത്തിന് വേണ്ടി ഓർഡർ ചോദിക്കാൻ വന്നതാ. ഓരോ പ്രാവശ്യവും ട്രാൻസ്ഫർ ആയി പോകുന്ന പോലീസുകാരന് വേണ്ടി സദ്യ ഉണ്ടാക്കി എനിക്ക് തന്നെ കഴിക്കാനില്ല. അകത്താണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങളെ പോലുള്ള റൗഡികൾക്ക് അല്ല റൗഡി സാർമാരുടെ കല്യാണത്തിൽ പാചകം ചെയ്ത് ജീവിക്കാമെന്ന് തീരുമാനിച്ചു. നീ നല്ല പാചകക്കാരനാ. ഇവൻ പറയുന്നത് കേൾക്കുക. കഴിച്ചു നോക്കൂ, കൈ കഴുകാൻ തോന്നില്ല. കൈ കഴുകാതെ തന്നെ തല്ലുവെന്നാണോ? വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഞാൻ പറഞ്ഞു വരണേ. ആ മതിയാക്ക്, നീ ഓർഡർ എടുക്ക്. 10 ചാക്ക് അരി. രാത്രി 10 മണിക്ക് ശേഷം കട അടച്ചതിന് ശേഷം എടുത്താ മതി. 2 ചാക്ക് പഞ്ചസാര. ഇങ്ങ് വന്നേ. അടുത്ത് എവിടെങ്കിലും റേഷൻ കട ഉണ്ടെങ്കിൽ എടുത്താ മതി. 100 നാളികേരം. ഇത് നമ്മളുടെ തോട്ടമാണെങ്കിൽ അപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് എടുക്കാം. കെട്ടാനുള്ള പെണ്ണ് റെഡി ആയിരിക്കുമല്ലോ. എപ്പോഴാ പൊക്കി? അതാണ് ശരി. കല്യാണ പെണ്ണ് വരാന്ന് പറഞ്ഞാലും അവല് വലിച്ചെഴച്ചോണ്ട് വന്നാലല്ലേ നിങ്ങൾക്ക് ബഹുമാനമുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇരുന്ന് സംസാരിച്ചോട്ടെ. കല്യാണത്തിന് നിങ്ങളെ ഇഷ്ടമല്ലാത്തവർ എത്ര പേരുണ്ടാവും? ഏകദേശം എത്ര പേര് വന്നാലും ശരി, അവസാനത്തെ പന്തിയിൽ ഒരുമിച്ചിരുത്തിയിട്ട് പായസത്തിൽ വിഷം കലർത്തി തട്ടിക്കളയാം. ഇനി ഞാൻ ഒരുത്തനെയും പേടിക്കാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പോയിട്ട് വിഷം വാങ്ങിക്കല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വാടാ കൊടവേറാ. എന്താ മുതലാളി, ആള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്നെ എറണാകുളത്തേക്ക് വിളിച്ചോണ്ട് വന്ന ആ ശരവണനും ആ 4 പേരും ഉണ്ടല്ലോ, അവരെ ഞാൻ ഈ കല്യാണത്തിന് ക്ഷണിച്ച് അവസാനത്തെ പന്തിയിലിരുത്തി അവരെല്ലാരെയും തട്ടിക്കളയും. ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോളൂ. പായസത്തിൽ വിഷം കലർത്തി അതിന് കാരണക്കാർ ഇവരാണെന്ന് പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ പേര് ഗൗരവമാണ്, പുഷ്കരന്റെ മോനാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാവടാ. വരൂ പായസക്കാരാ. അതിന്റെ ആവശ്യമില്ല. പറയൂ, എന്താണാവോ കാര്യങ്ങളാ? എന്റെ പണം വെച്ചിട്ടുള്ള കളിയാണല്ലേ, അതോ വേറെ ആരെങ്കിലും കൂടി പറ്റിച്ചോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മുതലാളി. അല്ല, നിങ്ങളുടെ ബാക്കിയുള്ളവരെവിടെ? അവര് പേടിച്ചോണ്ട് മുതലാളി ഇങ്ങോട്ട് വരാത്തത്. അപ്പൊ കലക്കിയതോ? കലക്കിയത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ പറഞ്ഞ അവര് കേക്കും. അവസാനത്തെ പന്തിയിലെങ്കിലും വന്നിരുന്ന് കഴിക്കാൻ പറയൂ. അവര് വരാൻ സാധ്യതയില്ല മുതലാളി. ഓരോരുത്തർക്കും 5000 രൂപ തരാന്ന് പറയൂ. പണം ഒരു പ്രശ്നമല്ല മുതലാളി. വരുമോ? അവസാന പന്തി പറയുന്നതൊന്ന് കേക്കോ. എന്തിനാവശ്യമില്ലാതെ ഇങ്ങനെ മോങ്ങുന്നേ? മുതലാളി, അവസാനത്തെ പന്തിക്കല്ല, ആദ്യത്തെ പന്തിക്കാനെ കൊണ്ടുവരാം. ഫോണിൽ വന്നേ. മുതലാളി, അവന്മാർക്ക് 5000 രൂപ ഇത്തിരി കൂടുതലാ. എടാ കൊടവേറാ, പോയിസൺ കഴിച്ച ഉടനെ തന്നെ ഇലയിൽ തന്നെ അവര് മരിച്ചു വീഴില്ലേ? പിന്നെന്താ? മുതലാളി, എന്തായി കാണിക്കണേ? താമസിയാതെ കണ്ടോടാ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. അതേടാ ഗണേശ, ഞാൻ കണ്ടതാ. ഐശ്വര്യ ഇവിടെ തന്നെ ഉള്ളത്. അതെയാ? വേഗം വേഗം വണ്ടി ഉള്ളിലേക്ക് പോട്ടെ. നേരെ പോട്ടെ. എടാ കൊടവേറാ, വാങ്ങിച്ചല്ലോ. പരിപ്പോ? പോയിസൺ. ഒന്ന് നിന്നേ. ഇതാരാണാവോ? കാണട്ടെ. ശരവണ്ണ മുതലാളി, ഞങ്ങൾ എല്ലാരും ഉണ്ട്. ഓ, നിങ്ങൾ ഇതുവരെ നന്നായില്ലേ? ഇങ്ങനെ മുഖം മറച്ചോണ്ട് എന്തിനാണാവോ പോന്നേ? ഞങ്ങൾ ചെയ്തു തെറ്റിന് അങ്ങടെ മുഖത്ത് നോക്കാൻ ഭയങ്കര ചമ്മലാണ് മുതലാളി. എന്നാൽ അവസാനമായി നിങ്ങളെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒന്ന് തിരിയുവോ മക്കളെ? എടാ കൊടവേറാ, ഇവനെ കണ്ടാൽ ഇപ്പൊ തന്നെ ചത്തതുപോലെ ഉണ്ടല്ലോ. ഇനി ഇവൻ ചത്താൽ എങ്ങനെയായിരിക്കുമല്ലോ? നാളെ രാവിലെ കാണാമല്ലോ. എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കേ. മര്യാദക്ക് ജോലി ചെയ്താൽ നാളത്തെ അവസാനത്തെ പന്തിയിൽ കറക്റ്റ് ആയിട്ട് വന്നിരുന്ന് കഴിച്ചോണം. മനസ്സിലായോ? മനസ്സിലായി മുതലാളി. എന്നാ ചെല്ല്. ഐശു, ശരവണ, കരയണ്ട ഐശു, ഞാൻ വന്നില്ലേ? മതി ഇളക്കിത്. നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ? അവസാനത്തെ പന്തിലിരുന്ന് കഴിക്കാനുള്ളതാ. മര്യാദക്ക് ഇളക്കി. പായസം റെഡി ആയിട്ടോ. ഈ വീട്ടുകാരുടെ അടുത്ത്
പായസം ഒന്ന് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ. 5 മിനിറ്റ് കൊണ്ട് ടിഫിനും റെഡി ആവും. ശരി. ഒരു മിനിറ്റ്. അണ്ടിപ്പരിപ്പിടാൻ മറന്നുപോയി. തന്നെ എടാ കൊടവേറ ബോഡി ആവുമെന്ന് അറിയാതെ അവൻ അണ്ടിപ്പരിപ്പിടുക. അങ്ങോട്ട് മാറി നിക്ക. പെണ്ണെവിടെ? കണ്ടില്ലല്ലോ. പെണ്ണെവിടെ? ഞാൻ കണ്ടില്ല. നീ കണ്ടോ? ഇവിടെ മൊത്തം അന്വേഷിച്ചു. നമസ്കാരം. ഇതാര്? നന്നായിട്ട് കഴിച്ചിട്ട് വേണം പോകാൻ. നമ്മുടെ ആദ്യത്തെ ഓർഡർ അല്ലേ, പായസം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ പന്തി തുടങ്ങാറായി. പെണ്ണിനെ കാണാനില്ല. കല്യാണ പെണ്ണിനെ കാണുന്നില്ലെന്ന്. എന്ത് കല്യാണ പെണ്ണിനെ കാണുന്നില്ലെന്നോ? എടാ ശരവണ, പന്തി നിർത്താ. ശരവണ, പന്തി അവിടെ നിക്കട്ടെ. ആരാ ഈ ശരവണൻ? നമ്മുടെ പയ്യനാ. ആരാ കൊണ്ടുവന്നേ? ഞാൻ തന്നെ വിളിച്ചോണ്ട് വന്നേ. എന്തിന്? എല്ലാത്തിനും ഒരു കാരണമുണ്ട്. കാരണം എന്താന്ന് പറയാ? അതൊക്കെ രഹസ്യമാണ്. എന്ത് രഹസ്യം? അല്ല, കാണാതെ പോയ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാതെ ഒന്നും അറിയാത്ത ശരവണനെ കുറിച്ച് എന്തിനാടാ പറയുന്നേ? പെണ്ണിനെ പൊക്കിയത് അവനാടാ. മുതലാളി, നമ്മൾ അവന്മാരെ തീർക്കാൻ നോക്കിയപ്പോ അവന്മാര് പെണ്ണിനെ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞു. വരൂ നമുക്ക് പോകാം. എന്റെ അടുത്താ കളി. പുഷ്കരന്റെ മകനാടാ ഞാൻ. നേരെ നോക്കി. സാരവണനെ കിട്ടണം. സാരവണനെ കിട്ടിയാലേ പെണ്ണിനെ കിട്ടുള്ളൂ. പെണ്ണിനെ കിട്ടിയാലേ കോംപ്ലക്സ് കിട്ടുള്ളൂ. അയ്യോ, ഒന്ന് വേഗം നോക്കി നേരെ നോക്കി. മര്യാദക്ക് സാരവണനെ പിടിച്ചു കൊടുത്തിട്ട് ആ കോംപ്ലക്സ് എങ്ങനെയെങ്കിലും കൈക്കലാക്കണോടാ. മണി അടിക്കരുത്, കോംപ്ലക്സ് കൈക്കലായി. ഹലോ സാറേ, ഞാൻ കുമാരനാ. കോൾ ടാക്സി പറഞ്ഞിരുന്നില്ലേ? കോൾ ടാക്സി പറഞ്ഞില്ലല്ലോ. ഇത് റോങ് നമ്പറാ. ഒരു കോപ്പിലെ കോൾ ടാക്സി. ഒന്ന് വേഗം വണ്ടി ഓടിക്കണ. എന്തിനാ വളഞ്ഞു തിരിഞ്ഞു പോണത്? ഒന്ന് നേരെ നോക്കി ഓടിക്കണ. ഹലോ ഹലോ സാറേ, ഇത് കുമാരനാ. കോൾ ടാക്സി പറഞ്ഞിരുന്നില്ലേ? ഞാൻ റെഡിയാ. എങ്ങനെയാ വരണ്ടേ? ഞാനിപ്പൊ തന്നെയല്ലേ നിന്നോട് പറഞ്ഞ കോൾ ടാക്സി ഒന്നും വിളിച്ചില്ലെന്ന് മൂര്യ. അയ്യോ സോറി സാർ, സോറി. എന്താ നേരെ നോക്കി വണ്ടി ഓടിക്കണ. എത്ര പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. ആ പാചകക്കാരനെ നമുക്ക് കയ്യോടെ പിടിക്കണം. വേഗം എടുത്ത് വല്ലതും അവനെ പിടിച്ചു കൊടുത്താലേ നമുക്ക് ആ കോംപ്ലക്സ് കിട്ടുള്ളൂ. കോംപ്ലക്സ് കിട്ടിയാലേ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതാണ് എന്റെ ഒരേ ഒരു ലക്ഷ്യം. ഹലോ സാറേ, ഇത് കുമാരനാ. സാറിനെ വിളിക്കുന്നത് ഞാൻ വേറെ ആരെ വിളിച്ചു? പിന്നെ നീ എന്നെ തന്നെയാണ് വിളിച്ചിരിക്കണേ. റോങ് നമ്പർ പറഞ്ഞിട്ടോ. അത്തണ്ടി കഴിവേറി. വീണ്ടും നിങ്ങളായിരുന്നു. സോറി. മേലെ നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തലയടിച്ചാൻ പൊട്ടിക്കും. നിനക്കറിയില്ല ഞാനൊരു റൗഡിയാണ്. കട്ട് ചെയ്ത് അവസാനമായിട്ട് സാർ ഇത്ര വലിയ റൗഡിയാന്ന് അയാൾക്ക് മനസ്സിലായതേ ഇല്ലല്ലോ. ഇല്ലടാ, ശരിയാണല്ലേ? ഒരു കുത്തുവെച്ചാലുണ്ടല്ലോ. അവിടെ നോക്കട്ടെ. നേരെ നോക്കി വണ്ടി ഓടിക്കണം. അവരെ പോയി പിടിക്കാനുള്ള പണി നോക്കണം. ചവിട്ടി വിട. നേരെ നോക്കിട്ട് പെണ്ണിനെ പോയി പിടിക്കണം. ഞാൻ ഓടിച്ചോളാം. എന്താണ് വണ്ടി കിടന്ന് ആടുന്നത്? നേരെ പോടാ. അയാൾ തന്നെയാണല്ലേ? ഹലോ, ഞാനാ കുമാരനാ. സാറേ, ഞാൻ സാറിന് ഫോൺ ചെയ്യുമ്പോഴേക്ക് വേറെ ഏതൊരു തെണ്ടിയ ഫോൺ എടുക്കണേ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. തിരിച്ച് നീ എന്നെ തന്നെയാണോ ഫോൺ ചെയ്തിരിക്കുന്നത്? പന്നി, നീ പറയണ. ഞാൻ അവിടെ വരാടാ. ഞാൻ വരാടാ. സാറേ, അപ്പൊ സാറ് കോൾ ടാക്സി ഡ്രൈവർ ആണല്ലേ? നീ എന്താടാ? നീ എവിടെയാണ് ഇരിക്കുന്നത്? നീ പറയണ. ഞാൻ വരാം. അവിടെ വരാടാ. നിന്നെ വന്ന് എന്താടാ പന്നി ചെയ്തേ? അത് നമ്മളെ പെൺകുട്ടിയെ പൊക്കാൻ പോവായിരുന്നില്ലേ? പെട്ടെന്ന് സാർ ഫോണിൽ വേറെ എവിടെയോ വരാന്ന് പറഞ്ഞില്ലേ? അതാ ഞാൻ നിർത്തിയത്. സാറ് വീണ്ടും പറഞ്ഞപ്പോ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി. അതാ ഞാൻ വണ്ടി നിർത്തിയത്. ഇപ്പൊ നമ്മൾ എവിടെയാ പോണെന്ന് വെച്ചാൽ പോവാലോ. ആശുപത്രിയിലേക്ക് പോടാ. എന്നാ പിന്നെ നമുക്ക് ആശുപത്രിക്ക് പോലെ. എടാ, വണ്ടി എടുക്കടാ. എപ്പൊ നോക്കിയാലും കുരച്ചോണ്ട്. ഒന്ന് നിർത്തണേ. അല്ല, നിർത്തണേ. ഒരു ലിഫ്റ്റ് തരണേ. അയ്യോ, വളരെ നന്ദിയുണ്ട് കേട്ടോ. ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്ക് മുമ്പ് ഒരു വണ്ടിക്ക് ഞാൻ ലിഫ്റ്റ് ചോദിച്ചു. ഇപ്പൊ അവര് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതല്ലേ ശരി. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ശരി എന്നാ വിട്ടോടാ. നീ എന്നെ അന്ന് ബാത്റൂമിൽ വെച്ച് അടച്ചിട്ട് പോയവനല്ലേ? ഈ ശബ്ദം കേട്ട് പരിചയമുണ്ടോ? എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. ഒരു മാലാക പോലെ ഇരുന്നെ കരിമ്പൂതാക്കില്ലേ? ഇവരോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്ന കാലം കൊണ്ട് മാറ്റിയിട്. പിന്നീടാലോ. അളിയ, ഇതൊരു വലിയ ആക്സിഡന്റ് ആണെന്നാ തോന്നുന്നേ. ലിഫ്റ്റ് ചോദിച്ചത് ഞാനല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് പാർട്ടി വരുന്നുണ്ട്.
എവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയോ അവിടേക്ക് തന്നെ അമ്മേ എന്തിട്ടാ ഷവിയെ ഇങ്ങനൊന്നടാ വരാൻ പറ്റില്ല നീ പോടാ. ആരാടാ പടന്ന് പറഞ്ഞേ? ആരാണോ എന്നെ വരാൻ പറഞ്ഞത് അവനെ തന്നെയാണോ പോവാൻ പറഞ്ഞത്? എന്തടാ ഇവന് ജയിലിലും വിട്ട് അവന്റെ മുതല തീയും വാരി എറിഞ്ഞ് എന്റെ കോംപ്ലക്സ് വാങ്ങണ എന്റെ സ്വപ്നവും തകർത്ത്. ആരാടാ നീ നിന്നെ എവിടെ നിന്നാണ് കിട്ടിയെടുത്തേ? എത്ര പ്രാവശ്യം പറഞ്ഞടാ ഇതാണ് എന്റെ അച്ഛൻ പുഷ്കരൻ, പാചകത്തിൽ ചാണക്യൻ. ജീവിതത്തിൽ ഒരു നിമിഷം മാത്രമേ വെറുതെ ഇരുന്നിട്ടുള്ളൂ, അത് ഈ ഫോട്ടോ എടുക്കാനാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ അപ്പൂപ്പൻ പ്രമദവനം, അദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും ഇല്ല. കാരണം അതിനു പോലും നിന്നു കൊടുക്കാതെ അദ്ദേഹം അധ്വാനിച്ചടാ. ഇങ്ങനെ പ്രമദവനവും പുഷ്കരനും ജനിച്ച കുടുംബത്തിൽ ജനിച്ച ഒരു പൂവാണടാ ഞാൻ. എന്നെ ഈ സ്ഥലത്തേക്ക് ഒരു ഹോട്ടൽ വെക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് എന്തൊക്കെയാ അവര് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ദിവസം മുഴുവനും എനിക്ക് കക്കൂസിൽ ജീവിക്കേണ്ടി വന്നു. ഇവന്റെ കഥ കേൾക്കാനാണ് നമ്മൾ ഇവിടെ കുത്തുകല്ല് പോലെ നിൽക്കണത്. ആ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തെന്ന് ചോദിക്ക്. ഇവന്റെ തലക്കടിക്കുന്നതാണ് അവര് കൊള്ളണം. അല്ല വിഡ്ഢി കുഷ്മാണ്ടവേ, എന്നെ അടിച്ചാൽ എനിക്കല്ലടാ വേദനിക്ക, അവന്മാർക്ക് എങ്ങനെയാടാ? ഒരു ലോജിക് ഇല്ലാതെ സംസാരിക്കല്ലേ. നിന്നെയൊക്കെ വെറുതെ വിട്ടത് എന്റെ തെറ്റാടാ. കുഞ്ഞളിക്ക് ഇവന്റെ കരച്ചിലേട്ട് അവൻ പെണ്ണിനെ കൊണ്ട് എത്ര പെട്ടെന്ന് ബുള്ളറ്റ് പോലെ എന്തോ നിന്നെ തല്ലണ സൗണ്ട് കേട്ട് അവന്മാര് ബുള്ളറ്റ് പോലെ എത്ര എന്തൊരു മണ്ടത്തരവാടാ. എന്നെ അടിച്ചാല് അവന്മാര് വരുമെന്ന് എന്നെ തല്ലിയിട്ട് പിന്നെ സാരമില്ലെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ചേർത്തിട്ട് നിങ്ങൾ എന്നെ കാണാൻ വന്നാലും അവന്മാർ എന്നെ കാണാൻ വരില്ലടാ. തീർച്ചയായും അവന്മാര് വരില്ല. വെറുതെ നിക്കല്ലേ, അതെന്താന്ന് ചോദിച്ചൂടെ നിനക്ക്? ചോദിച്ചു. കാരണം അവന്മാരുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞാലും ഡോക്ടറിന് മിസ്ഡ് കോളേ കൊടുക്കുള്ളൂ. അവന്മാരൊന്നും എന്നെ കാണാൻ വരില്ലടാ. എടാ കുറവേ എടുത്തോണ്ട് പോടാ. അവനും കട ഇപ്പൊ സ്കൂട്ടായ അറിയില്ല സാറേ. മുതലാളി ഇതാ ഇതുപോലെ കഴിക്കുന്ന സാധനങ്ങളിലെല്ലാം വിഷം കലർത്തി അവന്മാരെ എല്ലാരെയും തട്ടാനായിരുന്നടാ എന്റെ പ്ലാൻ. വിശ്വാസമില്ലെങ്കിൽ കഴിച്ചു നോക്ക്. ഒന്ന് കഴിച്ചു നോക്കടാ, അപ്പോഴേ നിങ്ങൾ വിവരം അറിയൂ. ഇതാരാ പുതിയതായിട്ടൊരാള്? നിങ്ങളെങ്ങനെ ഒന്ന് കഴിച്ചു നോക്ക്. എന്തേ മുതലാളി എനിക്ക് ആളെ മനസ്സിലായ? ആരാടാ ഇയാള്? ഗോഡ്സില്ലയുടെ കളർ ജെറോക്സ് പോലെ ഉണ്ടല്ലോ.